നമുക്കൊരു മെറ്റേണിറ്റി പില്ലോ ആയാലോ? ഇതുണ്ടല്ലോ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. എല്ലാവർക്കും അറിയാലോ നമുക്ക് മെറ്റേണിറ്റി പില്ലോയുടെ യൂസ്. നമുക്കൊരു 6 month ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമുക്ക് മെറ്റേണിറ്റി പില്ലോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിടക്കാൻ കുറച്ചൊക്കെ ഒരു സുഖം കിട്ടും. ഇപ്പോ ഇത് വന്നിട്ട് നമുക്ക് സി ഷേപ്പിലുണ്ട്. 2 ടൈപ്പ് മെറ്റേണിറ്റി പില്ലോ ഉണ്ട്. സി ഷേപ്പിലുണ്ട്, യു ഷേപ്പിലുണ്ട്. ഇത് വന്നിട്ട് സി ഷേപ്പിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വന്ന് പ്രഗ്നൻസി പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാരി ഇരിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞാനിത് എങ്ങനെയാ ഫീഡിങ് പർപ്പസ് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയാട്ടോ നമുക്ക് ഫീഡിങ് പില്ലോ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ഫീഡിങ് പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം. ബാക്ക് സൈഡ് വന്നിട്ട് ഇതേപോലെ നമുക്ക് ചാരി ഇരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാട്ടോ യു പില്ലോ വരുന്നത്. പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യുന്ന യു പില്ലോ ആണ് ഇത്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബേബി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബേബീനെ കിടത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ബേബീനെ ഇപ്പൊ നമുക്ക് സെന്ററിൽ കിടത്തിയിട്ട് 2 സൈഡിലേക്കും നമ്മൾ തലയണ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതൊരു 2 ഫുൾ കവർ ചെയ്ത് ബേബീനെ ഫുൾ കവർ ചെയ്തിട്ടാണെങ്കിൽ നിന്നോളും. ഇതേപോലത്തെ 2 യു ഷേപ്പിലും സി ഷേപ്പിലും നമുക്ക് മെറ്റേണിറ്റി പില്ലോ നമുക്കിപ്പോൾ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് പ്യുവർ കോട്ടണിലാണ് വരുന്നത്. പ്യുവർ കോട്ടനുള്ളിൽ പ്യുവർ കോട്ടനാണ് വരുന്നത്. മറ്റേ സി പില്ലോയുടെ റേറ്റ് വന്നിട്ട് 1600 സംതിങ് ആണ് അതിന്റെ റേറ്റ് വരുന്നത്. ഇതും ഒരു 1800 സംതിങ്ങിലാണ് ഇതിന്റെയും റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക്